സുന്നികളെ നോക്കുകുത്തിയാക്കി പണ്ട് MCC മൗലവിയും KM മൗലവിയും ഈ മൗലവിമാർ ഛർദിച്ചതെടുത്തുകൊണ്ട് വന്ന് പാവപ്പെട്ട സുന്നികളുടെ ഹൃദയത്തിലേക്ക് കുത്തിക്കയറ്റാനുള്ള വലിയ ശ്രമമാണ് ഈ സാക്ഷാൽ മൗലവി നടത്തുന്നത്. ഞങ്ങൾ അയാൾക്കെതിരെ ഇറങ്ങിയില്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ സംഭവമല്ലേ അത്, വലിയ അപാരതയായി പോകും. അതുകൊണ്ടാണ് മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ നമ്മൾ ഇറങ്ങിയത്. ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കേട്ടു നോക്കൂ. വാപ്പയുടെ സ്ഥാനത്ത് ഏത് വാപ്പ? അവശനായി കുഴഞ്ഞു കിടക്കുന്ന വാപ്പയോട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ ആദർശയാത്രയിൽ പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കേട്ടു നോക്കൂ നിങ്ങൾ. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബിതങ്ങളോട് പറയാണ്, ഓ നബിയെ തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം. അവിടെ എന്നും വായിക്കാം, എന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി. ഇത് പറഞ്ഞതിന് ശേഷം അതാണ് നബിതങ്ങളോടുള്ള ഇസ്തിഗാസ. ഇസ്തിഗാസന്റെ മയനെന്താ? അവശനായി കിടക്കുന്ന വാപ്പ. അതൊക്കെ ഈ പ്രസംഗം യൂട്യൂബിലുണ്ട്, ഞങ്ങൾ എവിടെ നിന്നെങ്കിലും എടുത്തുകൊണ്ടുവരല്ല, ആർക്കും കേൾക്കായത്. അവശനായി കിടക്കുന്ന ബാപ്പ, കുഴഞ്ഞു കിടക്കുന്ന പിതാവ്, ആ പിതാവിനോട് വന്ന് ചോദിക്കുകയാണ് മകൻ, ഉപ്പ എനിക്കൊരു വീട് വേണം. ബാപ്പക്ക് ഒരു കല്ല് പോലും ഉയർത്താൻ കഴിയില്ല. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ബാപ്പ വേറൊരാളെ വിളിച്ചു പറയണം, എന്റെ ഈ മോനൊരു വീടുണ്ടാക്കി കൊടുക്ക്. ആ ഒരു ഇടപെടൽ മാത്രമേ വാപ്പക്ക് കഴിയൂ. ഇതുപോലെ ആളാ പറയുന്ന വാക്ക് നോക്കുക. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്റെ ആവശ്യം നിറവേറ്റിത്തരണമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിക്ക് ഇടപെടാം കഴിവില്ല. നോക്കൂ നിങ്ങൾ, അതാണ് ഇസ്തിഗാസ എന്ന് വരുത്തി തീർത്ത് യഥാർത്ഥ ഇസ്തിഗാസയെ കുഴിച്ചു മൂടാനല്ലേ അയാൾ ശ്രമിച്ചത്. പ്രിയപ്പെട്ട പ്രവർത്തകരെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അവശനായ വാപ്പയോട് ഉദാഹരിക്കേണ്ടതാണോ? ലോകം തന്നെ സൃഷ്ടിക്കപ്പെട്ട ഒരു നേതാവ്. ആർക്ക് വേണ്ടിയാ ലോകം സൃഷ്ടിക്കപ്പെട്ടത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാക്. നബിയേ, അങ്ങില്ലായിരുന്നുവെങ്കിൽ, അങ്ങയെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ ഗോളങ്ങളെ, ഭൂമിയെ, സൂര്യനെ, ചന്ദ്രനെ, ആകാശങ്ങളെ നമ്മൾ പടക്കുമായിരുന്നില്ല. എല്ലാം അങ്ങേക്ക് വേണ്ടിയാണ്, അങ്ങയുടേതാണ് ഇതെല്ലാം എന്ന് അള്ളാഹു നേരിട്ട് അധികാരം കൊടുത്ത നേതാവ്, സ്വർഗം വരെ വീതിച്ചു കൊടുക്കാൻ അർഹതയുള്ള നേതാവ് തഹ്ഫോദിയിട്ടില്ലേ? അവിടെ കാണാലോ ഒരു മസ്അല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തുള്ള സ്ഥലം തമീമുദ്ദാരി എന്ന സ്വഹാബിക്കും മക്കൾക്കും വീതം വെച്ചു കൊടുത്തു. മദീനയിലാണ് ആരുള്ളത്? മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുമ്പോ അവിടെ ഇന്ന സ്ഥലം അത് നിനക്കുള്ളതാണ്. ആ സ്ഥലം നേർക്ക് നേരെ എഴുതി കൊടുക്കുകയാണ്. ആ ചർച്ചയിൽ ആ സ്വഹാബി അവിടെ പോയി താമസിച്ച് മക്കളായി. ഗസാലി ഇമാമിന്റെ കാലമായി. അന്ന് ചില വ്യാജ ഫുഖഹാക്കൾ വന്ന് പറഞ്ഞു, ഇനി ആ സ്ഥലങ്ങൾതാന്ന് പറഞ്ഞതിൽ അർത്ഥമല്ല. കാരണം അത് അന്ന് കൊടുത്തതല്ലേ, അതിന്റെ ആ വാല്യൂ തീർന്നു പോയിട്ടുണ്ടാകും. ഇമാം ഗസാലി തങ്ങൾ ഫത്വ കൊടുത്തു, ഹബീബായ തങ്ങൾ വീതിച്ചു കൊടുത്താൽ അത് അവർക്കല്ല എന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ കാഫിറാണ്. ഇമാം ഇബ്നു ഹജർ തുഹ്ഫയിൽ എഴുതി, കാരണം ഭൂമിയല്ല, ഏറ്റവും എല്ലാ കാലവും നിലനിൽക്കുന്ന സ്വർഗമില്ലേ, ആ സ്വർഗം അല്ലാഹു അവന്റെ ഹബീബിന് കൊടുത്തിട്ടുണ്ട്. ലിയുഖ്തിഅ മൻ ശാഅ മാ ശാഅ. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞില്ലേ, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് വീതിച്ചു കൊടുക്കാനുള്ള അധികാരം സ്വർഗത്തിൽ വരെയുണ്ട്. ഭൂമിയുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തുഹ്ഫയിൽ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്ന ഹബീബായ തങ്ങളെയാണോ അവശനായ വാപ്പയുടെ സ്ഥാനത്ത് കൊണ്ടുവന്നത്? ഞങ്ങളുടെ നേതാവ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്
അവിടത്തേക്ക് അധികാരപ്പെടാത്ത, അവിടുത്തെ നിയന്ത്രണത്തിലല്ലാത്ത, അവർക്ക് അല്ലാഹു അധികാരം നൽകാത്ത ഒരിഞ്ചി ഭൂമി പോലും ലോകത്തെവിടെയുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സുന്നികൾ, അതാണ് അഹ്ലുസ് സുന്ന. അത് പറയാൻ ഞങ്ങൾക്ക് ധാർമ്മികമായ അധികാരമുണ്ട്. അതാണ് ഞങ്ങൾ ഇവിടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ആരെയാ നിങ്ങൾ സന്തോഷിപ്പിച്ചത്? മൗലവിമാരെ, സലഫിമാരെ അല്ലേ? സലഫി വന്നിട്ട് ആഘോഷിച്ചു. അയാൾ പറഞ്ഞു, ഇതല്ലേ ഞങ്ങൾ ഒരുപാട് കാലമായി നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾ